മികച്ച ഡിസ്പ്ലേയും മികച്ച ബാറ്ററി സെറ്റപ്പും അതുപോലെ തന്നെ മികച്ച പോർട്രേറ്റ് ക്യാമറയുമായിട്ട് ഹോണർ അടുത്തിട്ട് രണ്ട് ഫോണുകൾ പുറത്തിറക്കി. ഹോണർ 200 പ്രോയും ഹോണർ 200. ഇതിനകത്ത് ഹോണർ 200 പ്രോയുടെ വിലയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഹോണർ 200 വില വളരെ കുറവാണ്. അപ്പോൾ ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ പരിശോധിക്കുന്നത്. ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഈ പറഞ്ഞതുപോലെ സ്റ്റുഡിയോ ലെവൽ പോർട്രേറ്റ് ക്യാമറ, കിഡിലൻ പോർട്രേറ്റ് ഫോട്ടോകളാണ് നമുക്ക് ഇതിനകത്ത് എടുക്കാൻ സാധിക്കുന്നത്. അതുപോലെ കണ്ണടിച്ചു പോകാത്ത ഡിസ്പ്ലേ ആണ് ഈ ഒരു സ്മാർട്ട് ഫോൺ നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ 5200 mAh കാർബൺ സിലിക്കൺ ബാറ്ററിയാണ് സാധാരണ സ്മാർട്ട് ഫോൺ ബാറ്ററി നിന്ന് വ്യത്യസ്തമായിട്ട് ഇതിനകത്ത് നൽകിയിരിക്കുന്നത്. ഫോൺ കാണാൻ നല്ലൊരു ലുക്ക് ഉണ്ട്. എസ്പെഷ്യലി ഈ ഒരു വൈറ്റ് കളർ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു മാർബിൾ പീസ് കയ്യിലിരിക്കുന്ന കണക്കാണ് നമുക്കിത് ഫീൽ ചെയ്യുന്നത്. അതിന്റെ ബാക്ക് എന്ന് പറയുന്നത് ഗ്ലാസ് ബോഡിയാണ്. ഈ ഒരു ക്യാമറ മൊഡ്യൂൾ തന്നെ കണ്ടില്ലേ, അടുത്തിടെ കണ്ടുവരുന്ന പല സ്മാർട്ട് ഫോണുകളുടെയും ഒരു റൗണ്ട് ക്യാമറ മൊഡ്യൂളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു ഓവൽ ഷേപ്പിലാണ് ഈ ഒരു ക്യാമറ മൊഡ്യൂളൊക്കെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഇതിന്റെ ഈ ഒരു ഫ്രെയിം എന്ന് പറയുന്നത് പ്ലാസ്റ്റിക് ഫ്രെയിമാണ്. ഈ പ്രൈസ് പോയിന്റിൽ പ്ലാസ്റ്റിക് ഫ്രെയിം വരുന്നു എന്നുള്ളത് ഒരു കുറവായിട്ട് വേണമെങ്കിൽ പറയേണ്ടി വരും. പക്ഷേ അത് ഫ്ലാറ്റ് ആണ്. അതുകൊണ്ട് തന്നെ കയ്യിൽ പിടിക്കുമ്പോൾ ഒരു സുഖമുണ്ട്. ആ ഒരു ഷാർപ്പ് എഡ്ജസ് നമുക്ക് ഇതിന്റെ ഫോണിന്റെ ഫ്രെയിമിൽ നിന്ന് ഫീൽ ചെയ്യുന്നില്ല. ഇത് എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ ഒരു ഫോണിനകത്ത് 3.5mm ഓഡിയോ ജാക്ക് നൽകിയിട്ടില്ല. അതുപോലെ IR ബ്ലാസ്റ്റർ ഈ ഒരു ഫോണിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്മാർട്ട് ഫോണിനെ റിമോട്ടിന് പകരമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. ഇതിന്റെ ഒരു സിം സ്ലോട്ട് നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ഡ്യുവൽ നാനോ സിം സ്ലോട്ടാണ് നൽകിയിരിക്കുന്നത്. മെമ്മറി കാർഡ് എക്സ്പാൻഷൻ അതുകൊണ്ട് തന്നെ സാധ്യമല്ല. പക്ഷേ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്, ഈ ഒരു സ്മാർട്ട് ഫോണിൽ ഇ സിം സപ്പോർട്ട് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുമ്പോൾ മറ്റ് പല ഫോണുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇ സിം കൊടുത്തിട്ടുണ്ട്. സാധാരണ ഈ പ്രൈസ് പോയിന്റിൽ വരുന്ന ഫോണുകൾ അധികം അങ്ങനെ ഇ സിം സപ്പോർട്ട് നമ്മൾ കാണാറില്ല. ഡിസ്പ്ലേക്ക് ഏറെ പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് ഹോണർ ഈ ഒരു സ്മാർട്ട് ഫോൺ തയ്യാറാക്കിയിരിക്കുന്നത്. സാധാരണ നമ്മൾ കർവ്ഡ് ഡിസ്പ്ലേ ഉള്ള ഫോണുകൾ കണ്ടിട്ടുണ്ട്. അത് ഇരുവശങ്ങളിലും മാത്രമായിരിക്കും അത്തരത്തിൽ അതിന്റെ ഒരു ഡിസ്പ്ലേ കർവ് വരുന്നത്. എന്നാൽ ഈ ഒരു ഫോണിന്റെ ഡിസ്പ്ലേയുടെ കർവ് എന്ന് പറയുന്നത് 4 വശത്തുമുണ്ട് എന്നുള്ളതാണ് പ്രത്യേകത. അതായത് ക്വാഡ് കർവ് ഡിസ്പ്ലേ ആണ്. കൃത്യമായിട്ട് പറഞ്ഞാൽ നമ്മൾ ആപ്പിൾ വാച്ചിന്റെ ഒക്കെ ഡിസ്പ്ലേ നോക്കി കഴിഞ്ഞാൽ 4 സൈഡും കർവായിരിക്കുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ, അത്തരത്തിലുള്ള ഒരു ഡിസ്പ്ലേ ആണ് ഈ ഒരു ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. അതുകൊണ്ടുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ ഇത്തരത്തിൽ ഒരു കംപ്ലീറ്റ് ബെസൽ ലെസ് എക്സ്പീരിയൻസ് നമുക്ക് ലഭിക്കും എന്നുള്ളതാണ് ഇതിന്റെ ഒരു ഹൈലൈറ്റ്. യൂട്യൂബിലൊക്കെ HDR വീഡിയോകൾ പ്ലേ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ യൂട്യൂബിൽ നമുക്ക് 4K റെസൊല്യൂഷൻ സപ്പോർട്ടുള്ള വീഡിയോകളൊക്കെ പ്ലേ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇതിനകത്ത് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് ആണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ആ ഒരു ഫിംഗർ പ്രിന്റിന്റെ ആ ഒരു പൊസിഷൻ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കാണാം, ഇങ്ങനെ ഫോണിന്റെ ഏറ്റവും താഴെയായിട്ടാണ് നൽകിയിരിക്കുന്നത്. അതിന്റെ ഒരു വേഗതയെക്കുറിച്ച് പറഞ്ഞാൽ ഇതുപോലെ ഫാസ്റ്റ് ആയിട്ട് തന്നെ ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ഫിംഗർ പ്രിന്റ് അൺലോക്ക് ആകുന്നുമുണ്ട്. ഈ ഒരു ഫോണിന് ഐ കംഫർട്ട് ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് 3840 ഹെഡ്സിന്റെ PWM ഡിമ്മിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോ ബ്രൈറ്റ്നസ്സിലേക്കുള്ള ഇതിന്റെ ഡിമ്മിംഗ് എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ സാധാരണ രാത്രിയൊക്കെ ഉറങ്ങാൻ കിടക്കുമ്പോൾ റൂമിലെ ലൈറ്റ് എല്ലാം അണച്ചിട്ടും ഫോൺ നോക്കുന്നവരാണ് കൂടുതൽ പേര്. അത്തരക്കാർക്കൊന്നും കണ്ണിന് വലിയ ഹാനികരമല്ല ഇതിന്റെ ഡിസ്പ്ലേ എന്നുള്ളതാണ് ഒരു വലിയ ഹൈലൈറ്റ്. 6.7 ഇഞ്ചിന്റെ ഡിസ്പ്ലേ ആണ്. അതുപോലെ തന്നെ 4000 നിറ്റ്സിന്റെ പീക്ക് ബ്രൈറ്റ്നസ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്തുണ്ട്. 120 ഹെഡ്സിന്റെ റിഫ്രഷ് റേറ്റ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിട്ടുണ്ട്. എന്ത് തന്നെയായാലും ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ഡിസ്പ്ലേ വിഭാഗം എന്ന് പറയുന്നത് ടോപ്പ് തന്നെയാണ്. ക്യാമറയെ കുറിച്ച് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് മൊത്തത്തിൽ 4 ക്യാമറകളുണ്ട്. ബാക്കിൽ 3 സെൽഫി ആയിട്ടുള്ള ഒരു ക്യാമറ. അപ്പോൾ ഈ ഒരു 4 ക്യാമറയിൽ നമുക്ക് സെൽഫി ക്യാമറയിലും അതുപോലെ ബാക്ക് ക്യാമറയിലും ഈവൻ വൈഡ് ആംഗിൾ ക്യാമറയിൽ പോലും നമുക്ക് 4K റെസൊല്യൂഷൻ വീഡിയോകൾ ഷൂട്ട് ചെയ്യാം എന്നുള്ളതാണ് ഇതിന്റെ ഒരു ഹൈലൈറ്റ്. അതുകൊണ്ടുള്ള ഒരു ഗുണം എന്ന് പറയുന്നത് നമുക്ക് ഇത്തരത്തിൽ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ ഐഫോണിലേതൊക്കെ പോലെ തന്നെ നമുക്ക് എല്ലാ ലെൻസുകളിലേക്കും ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഇത്തരത്തിൽ നമുക്ക് സ്വിച്ച് ചെയ്ത് പോകാൻ സാധ്യമാണ് എന്നുള്ളതും പ്രത്യേകതയാണ്. അപ്പോൾ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയൊക്കെ എടുക്കുന്നവർക്ക് അറിയാം, പെട്ടെന്ന് ഇങ്ങനെ സൂം ചെയ്ത് സ്റ്റോറിയൊക്കെ എടുക്കാനായിട്ട് വൈഡ് ആംഗിളിൽ നിന്നും ഈ പറഞ്ഞ സൂമിംഗിൽ വരെ കൊണ്ടുപോകാൻ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സാധ്യമാണ്. 4 ക്യാമറകളിൽ 3 ക്യാമറകളും 50 മെഗാ പിക്സലിൻ്റെതാണ്. വൈഡ് ആംഗിൾ ക്യാമറ മാത്രമാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് 12 മെഗാ പിക്സലിൻ്റെതായിട്ട് നൽകിയിരിക്കുന്നത്. ഇതിന്റെ ഒരു ഫോട്ടോ ക്വാളിറ്റിയെ പറ്റി പറഞ്ഞാൽ നമ്മളിവിടെ നിരവധി ഫോട്ടോകൾ ഈ ഒരു സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചുകൊണ്ട് എടുത്തു നോക്കും. എടുത്തു പറയേണ്ട ഒരു കാര്യം, പോർട്രേറ്റ് ഫോട്ടോകൾ ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് വേറെ ലെവലാണ്. അതിനകത്ത് യാതൊരു തർക്കവുമില്ല. ഇവരും പോർട്രേറ്റ് ഫോട്ടോകൾക്കാണ് ഏറെ പ്രാധാന്യം കൊടുക്കുന്നത്. എസ്പെഷ്യലി ബാക്ക്ഗ്രൗണ്ട് ഒക്കെ നല്ല ബോക്കെ ആക്കിക്കൊണ്ട് ഇതുപോലുള്ള അടിപൊളി ഫോട്ടോകൾ നമ്മളുടെ ഇത് എടുക്കുമ്പോൾ കിട്ടുന്നുണ്ട്. നമ്മൾ തന്നെ നീട്ടിപ്പോയത് നമ്മളാണോ എന്ന്. അത്തരത്തിലുള്ള കിടിലൻ സുന്ദരന്മാരാക്കിയിട്ടുള്ള ഫോട്ടോകളാണ് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ പോർട്രേറ്റ് ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് എടുക്കുന്നത്. എന്നാൽ ആ ഒരു അത്രയും മനോഹരമായിട്ടുള്ള ഒരു റിസൾട്ട് ഇതിന്റെ പ്രൈമറി ക്യാമറയിൽ നിന്ന് അങ്ങനെ കിട്ടുന്നില്ല. ഈ പോർട്രേറ്റ് മോഡിലിട്ട് എടുക്കുമ്പോഴാണ് ഈ പറഞ്ഞ അതിമനോഹരമായിട്ടുള്ള ഫോട്ടോകൾ കിട്ടുന്നത്. നോർമൽ ഫോട്ടോ മോഡിലിട്ട് എടുക്കുമ്പോൾ കിട്ടുന്ന ഫോട്ടോകൾ അത്രയും ഈവൻ ബാക്ക്ഗ്രൗണ്ടിന്റെ ബോക്കെ എഫക്റ്റ് ഒന്നും അത്രയും നോർമൽ ഒരു ബോക്കെ എഫക്റ്റ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ അത്രയും കാണാൻ കാഴ്ചയ്ക്ക് അത്ര സുഖകരമല്ല. പോർട്രേറ്റ് ഫോട്ടോയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിന്റെ ഒരു നോർമൽ ഫോട്ടോകൾ എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. അതുപോലെ ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് സെൽഫി ഫോട്ടോകളെ പറ്റി പറഞ്ഞാലും ഓക്കെ എന്നേ പറയാനുള്ളൂ. എനിക്ക് ഭയങ്കര ഒരു വൗ എന്നൊന്നും ഫീൽ ചെയ്യുന്നില്ല. അതുപോലെ ഇതിന്റെ ഒരു വീഡിയോ വിഭാഗവും നോക്കി കഴിഞ്ഞാൽ ഓക്കെയാണ്, തിരക്കേടില്ല. അതുപോലെ ഈ ഒരു ഫോൺ ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിൽ 2x വരെ സൂം ചെയ്തുകൊണ്ട് സൂപ്പർ മാക്രോ ഫോട്ടോകൾ എടുക്കാം എന്നുള്ളതും പ്രത്യേകതയാണ്. എന്ത് തന്നെയാലും ജനറലൈസ് ചെയ്ത് പറഞ്ഞാൽ ഇതിന്റെ പോർട്രേറ്റ് ഫോട്ടോകൾ അടിപൊളിയാണെന്നുള്ളതിനകത്ത് യാതൊരു തർക്കവുമില്ലാത്ത കാര്യം.
മൾട്ടിമീഡിയയെ പറ്റി പറഞ്ഞാൽ ഫോണിനകത്ത് എന്തായാലും സ്റ്റീരിയോ സ്പീക്കറുകളാണ്, നല്ല ക്വാളിറ്റിയുള്ള സൗണ്ട് ഔട്ട്പുട്ടാണ് നൽകിയിരിക്കുന്നത്. എടുത്തു പറയേണ്ട ഒരു കാര്യം 200% വരെ ലൗഡ്നെസ് നൽകിയിട്ടുണ്ട് ഹോണർ. അതുകൊണ്ട് തന്നെ നല്ല വോളിയം ഉണ്ട് ഈ ഒരു സ്മാർട്ട് ഫോണിൽ നിന്ന് ലഭിക്കുന്നത്. അതുപോലെ ക്വാളിറ്റിയും സൗണ്ടിനും ഉണ്ട്. വീഡിയോ വ്യൂയിങ് എക്സ്പീരിയൻസ് ഒക്കെ അതിമനോഹരമാണ്. എസ്പെഷ്യലി ഈ പറഞ്ഞ ഈ ഒരു ഫോണിനകത്ത് ഇത്തരത്തിലൊരു ബെസൽലെസ് ഡിസ്പ്ലേ കൊടുത്തിരിക്കുന്നതുകൊണ്ട് തന്നെ ക്വാഡ് കർവ് ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ നമുക്ക് യൂട്യൂബിൽ നിന്നൊക്കെ വീഡിയോ കാണാൻ അടിപൊളിയാണ്. പെർഫോമൻസ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്നാപ്ഡ്രാഗന്റെ 7 Gen 3 എന്ന് പറയുന്ന പ്രോസറാണ് ഇതിനകത്ത് നൽകിയിരിക്കുന്നത്. നമുക്ക് മാക്സിമം 12 GB റാം വരെയും 512 GB വരെ ഇന്റർണൽ സ്റ്റോറേജും ഈ ഒരു ഫോണിനകത്ത് ലഭിക്കും. ഹോണർ 200 എന്ന് പറയുന്ന ഈ ഒരു ഫോണിനകത്ത് ഗ്രാഫിക്സ് സ്മൂത്ത്, ഫ്രെയിം റേറ്റ് എക്സ്ട്രീമിൽ നമുക്ക് ഗെയിം പ്ലേ ചെയ്യാൻ പറ്റും. ലാഗോ കാര്യങ്ങളൊന്നുമില്ല. വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് തന്നെയാണ് ഈ ഒരു ഫോൺ സമ്മാനിക്കുന്നത്. ഫ്രെയിം ഡ്രോപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല. വളരെ സ്മൂത്ത് ആയിട്ട് റെസ്പോൺസീവ് ആയിട്ടുള്ള ഒരു ഗെയിം പ്ലേ തന്നെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്. മറ്റ് ഫീച്ചറുകളെ പറ്റി പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ സിം സപ്പോർട്ട് എന്തായാലും ഈ ഒരു ഫോണിനകത്ത് ഈ പ്രൈസ് പോയിന്റിൽ കൊടുത്തിരിക്കുന്നു എന്നുള്ളത് ഈ ഒരു ഫോണിന്റെ ഹൈലൈറ്റ് ആയിട്ട് വേണമെങ്കിൽ പറയേണ്ടി വരും. അതുപോലെ ഇതിന്റെ ഒരു ഹാപ്റ്റിക് ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് അത്ര സുഖകരമല്ല. വലിയ സംഭവമായിട്ടല്ല ഇതിന്റെ ഹാപ്റ്റിക് ഫീഡ്ബാക്ക് കൊടുത്തിരിക്കുന്നത് എന്നുള്ളതാണ്. എസ്പെഷ്യലി കീബോർഡിൽ ടൈപ്പ് ചെയ്യുമ്പോഴൊന്നും ആ ഒരു വൈബ്രേഷൻ ഒന്നും നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. NFC സപ്പോർട്ട് എന്തായാലും ഈ ഒരു സ്മാർട്ട് ഫോൺ അത് നൽകിയിട്ടുണ്ട്. IP റേറ്റിംഗിനെ പറ്റി എങ്ങും പറഞ്ഞ് കേട്ടില്ല എന്നുള്ളതാണ് സത്യം. അതുപോലെ ഈ ഒരു ഫോണിന് വയർലെസ് ചാർജിംഗ് സപ്പോർട്ട് നൽകിയിട്ടില്ല. എന്നാൽ ഇതിന്റെ ഹോണർ 200 Pro എന്ന് പറയുന്ന സ്മാർട്ട് ഫോണിന്റെ ഹൈലൈറ്റിനകത്തുള്ള ഒരു കീ ഫീച്ചർ ആയിരുന്നു വയർലെസ് ചാർജിംഗ്. ബാറ്ററിയെ കുറിച്ച് പറഞ്ഞാൽ ഈ നേരത്തെ പറഞ്ഞ പോലെ ഹോണർ 200 Proയിൽ കണ്ടതുപോലെയുള്ള ഒരു സിലിക്കൺ കാർബൺ ബാറ്ററിയാണ് ഇതിനകത്ത് നൽകിയിരിക്കുന്നത്. സാധാരണ സ്മാർട്ട് ഫോണുകളിൽ വരുന്ന ലിഥിയം ബാറ്ററിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് സിലിക്കൺ കാർബൺ ബാറ്ററി ആയിട്ട് വന്ന ഫോൺ എന്നുള്ളത് ഹോണർ 200ന് അവകാശപ്പെട്ട ഒരു ക്രെഡിറ്റ് ആണ്. 5200 mAh ബാറ്ററി കൊടുത്തിട്ടുണ്ട്. 100 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് ഫോണിന് നൽകിയിട്ടുമുണ്ട്. ഇതിന്റെ ഒരു OS-നെ കുറിച്ച് പറഞ്ഞാൽ അടുത്തിടെ ഞാൻ പല ഫോണുകൾ ഉപയോഗിക്കുമ്പോഴും ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ OS ആയിട്ടുള്ള ഹോണർ മാജിക് OS 8 ഉണ്ട്. എനിക്ക് ഇത് കുറച്ചൊരു കൺഫ്യൂസിംഗ് ആയിട്ട് ഫീൽ ചെയ്യാറുണ്ട് സാധാരണ മറ്റു ഫോണുകളുടെ OS-ഉമായിട്ട്. ഈ ഹോണർ മാജിക് OS ഞാൻ അധികം ഉപയോഗിച്ചിട്ടില്ലാത്തതുകൊണ്ടായിരിക്കണം ഒരുപക്ഷെ അത്തരം ഒരു കൺഫ്യൂഷൻ പലപ്പോഴും ഫീൽ ചെയ്യുന്നുണ്ട്. എസ്പെഷ്യലി നമ്മൾ അറിയാതെ എടുത്തു വെച്ച് സ്ക്രോൾ ചെയ്യുന്നത് മുകളിലോട്ടാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ കയ്യിൽ കിട്ടുമ്പോൾ തന്നെ. പക്ഷേ അങ്ങനെയല്ല, ലെഫ്റ്റ് ടു റൈറ്റ് രീതിയിലുള്ള ആ ഒരു സ്ക്രോളിംഗ് ആണ് ഈ ഒരു ഫോണിനകത്തൊക്കെ നൽകിയിരിക്കുന്നത്. ബ്ലോട്ട് വൈസിനെ പറ്റി പറഞ്ഞാൽ ഒരുപാട് ബ്ലോട്ട് വൈസുകളൊന്നും ഇതിനകത്ത് ഇല്ല എന്നുള്ളതൊരു വലിയ കാര്യമാണ്. എന്നാൽ ഇല്ലേന്ന് ചോദിച്ചുകൊണ്ട് ഒരു 4-5 ബ്ലോട്ട് വൈസുകളെ ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് ഉള്ളൂ എന്നുള്ളതൊരു വലിയ കാര്യം തന്നെയാണ്. ഇനി എന്താണ് ഹോണർ 200 Proയും ഈ പറയുന്ന ഹോണർ 200ഉം തമ്മിലുള്ള ഡിഫറൻസ് ചോദിച്ചു കഴിഞ്ഞാൽ കാഴ്ചയിലൊന്നും വലിയ വ്യത്യാസമൊന്നുമില്ല. ഇരട്ടപ്പറ്റ മക്കളെ പോലെ തന്നെ ഇരിക്കുകയാണ്. എന്നാൽ പ്രോസസ്സറിൽ കാര്യമായിട്ടുള്ള വ്യത്യാസം വന്നു. പ്രോസസ്സറിൽ വ്യത്യാസം വരിക എന്ന് പറഞ്ഞാൽ തന്നെ ഫോണിനകത്ത് കാര്യമായ വ്യത്യാസം വരുന്നു അല്ലേ. 200 Pro എന്ന് പറയുന്ന ഫോണിനകത്ത് സ്നാപ്ഡ്രാഗൺ 8s Gen 3 ആണെങ്കിൽ ഇവിടെ 7 Gen 3 എന്ന് പറയുന്ന പ്രോസറാണ്. അപ്പോൾ പ്രോസസ്സർ അല്പം ഡൗൺ ഗ്രേഡ് വരുത്തിയിട്ടുണ്ട് ഈ ഒരു ഫോണിനകത്ത്. അതുപോലെ നമ്മുടെ 200 Proയിൽ വന്നിട്ട് 66 വാട്ടിന്റെ വയർലെസ് ചാർജിംഗ് സപ്പോർട്ട് കൊടുത്തിരുന്നു. എന്നാൽ ഇവിടെ വയർലെസ് ചാർജിംഗ് സപ്പോർട്ട് കൊടുത്തിട്ടില്ല. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു വ്യത്യാസം എന്ന് പറയുന്ന പ്രൈസിലാണ്. 58,000 രൂപയായിരുന്നു ഹോണർ 200 Proയ്ക്ക്. എന്നാൽ ഈ ഒരു ഫോണിന് 35,000 രൂപയാണ് വില. അപ്പോൾ ഈ ഒരു 23,000 രൂപയുടെ കുറവിൽ നമുക്ക് ഹോണർ 200ൽ വരുത്തിയിരിക്കുന്ന കുറവുകൾ എന്ന് പറയുന്നത് പ്രോസസ്സറിലുള്ള ഈ പറഞ്ഞ 8s Gen 3യിൽ നിന്ന് 7 Gen 3യിലേക്കുള്ള പോക്കും അതുപോലെ തന്നെ 66 വാട്ടിന്റെ വയർലെസ് ചാർജിംഗ് ഒഴിവാക്കലും മാത്രമാണ് എന്നുള്ളത് ഹോണർ 200 എന്ന ഈ ഒരു ഫോണിനെ ഹോണർ 200 Pro എന്ന ഫോണുമായി കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ വാല്യൂ ഫോർ മണി ആക്കുന്നു എന്നുള്ളതാണ്. 35,000 രൂപയ്ക്ക് ഇത് എങ്ങനെ എന്നുള്ളതല്ല ഞാൻ പറഞ്ഞത്. 200 Proയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതാണ് തീർത്തും വാല്യൂ ഫോർ മണി എന്ന് പറയേണ്ടി വരും. കാരണം 58,000 രൂപ കൊടുക്കണ്ടല്ലോ, 30,000 രൂപയ്ക്ക് ഈ ഒരു ഫോൺ നമുക്ക് ലഭിക്കുന്നു എന്നുള്ളത്. പക്ഷേ മറ്റ് ഫോണുകളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ ഒരു ഫോൺ എത്രത്തോളം വാല്യൂ ഫോർ മണി ആണെന്ന് ഞാൻ പറയാതെ നിങ്ങൾക്ക് തന്നെ അറിയാം.